സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ കുളവിക്കൂട് എന്ന് പറയുന്നത്. ഇത് വനാന്തരത്തിനകത്തുണ്ടാകുന്നൊരു കുളവിക്കൂടാണ്. ഇതിൻ്റെ ആ അറകൾ കണ്ടോ, അറകൾക്കകത്ത് പൂമ്പൊടിയും ഈച്ചകളും ഉണ്ടാവും. ആ കുളവി ഈച്ചയാണ്. ഈ ഈച്ച ഇതുപോലുള്ള വലിയ കൂടിനകത്ത് എങ്ങനെ പോയാലും ഒരു 10,000-ഓളം മുകളിൽ ഈച്ചകളെ കുളവികൾ കാണും. ഇത് വനത്തിനകത്തും കാടുകൾക്കുള്ളിലൊക്കെയാണ് കാണുന്നത്. ഈ ഈച്ച നല്ലപോലെ ഉപദ്രവിക്കുന്നതാണ്. കടിക്കാൻ ഇത് കുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഒരു 10 ഈച്ചയെ കുത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ല ശരീരമൊക്കെ പനിക്കും. മനുഷ്യനെ സാധാരണമായിട്ട് 10 ഈച്ചയെ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തില്ലെങ്കിൽ അപകടമാണ്. ഈ കുളവി ഈച്ച കുത്തി ഒത്തിരി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കാട്ടാനയ്ക്ക് പോലും ഇതിനെ പേടിയാണ്. കാരണം ആന പോലും ഇതിനെ ഉപദ്രവിക്കത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ആന പോലും മാറിപ്പോകും. ഇതാണ് കുളവിക്കൂട്. ഇതിനകത്ത് ഈച്ചയില്ല. കാരണം ഇതിനകത്ത് ഈച്ചയെല്ലാം കുറേ കാലം കഴിയുമ്പോൾ ഈ കൂട് ഉപേക്ഷിച്ചിട്ട് ഈച്ചകൾ വേറെ കൂട് പണിയാനായിട്ട് കൂട് പണിത് മാറുന്നതാണ്. അതുകൊണ്ട് നല്ല രസമല്ലേ. ഇതിൻ്റെ അറകളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇത് നല്ല മുഴുത്ത മരത്തിന് മണ്ടയിൽ കിടക്കുന്നത് കേട്ടോ. ഇത് വലിയ കൂടാണ്. ഇതിൻ്റെ ഈ നമ്മുടെ ഓരോ അറകളും നമ്മുടെ പൊറോട്ട പോലെ തന്നെ വട്ടമായിട്ട് വെച്ച് കൂട്ടിയേക്കുന്ന, ദോശ പോലെ പൊറോട്ട പോലെ അടുക്കി വെച്ചേക്കുന്ന കൂടാണിത്. നല്ല മനോഹരതയെ കാണാൻ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ കുളവിക്കൂട് കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കുളവിക്കൂട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല മുഴുത്തൊരു മരത്തിൻ്റെ മണ്ടലാണ് ഈ കുളവിക്കൂട് കിടക്കുന്നത്. നല്ല രസമല്ലേ. ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളോട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിങ്ങനെയുള്ള കാടിനകത്താണ് നിൽക്കുന്നതെന്നും എന്നാലും വലിയ മരത്തല്ലാതെ കിടക്കുന്നതെന്നും കാണിച്ചു തരാം. ഈ മരത്തിൻ്റെ ഉയരം കണ്ട. വലിയൊരു കാടിനകത്താണ്. ഈ കുളവികളൊക്കെ കൂടുണ്ടാക്കുന്നത് അങ്ങനെ മനുഷ്യവാസമുള്ള സ്ഥലത്തൊന്നും ആയിരിക്കുകയില്ല. കൂടുതലായിട്ട് ഈ കുളവികളൊക്കെ ഇങ്ങനെ കൂടുണ്ടാക്കുന്നത് ഇതുപോലെയുള്ള വലിയ മരത്തേലും ഒക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നതാണ്. ഓക്കേ. ഇങ്ങനെയുള്ള കുളവിക്കൂടൊക്കെ നമുക്കെടുത്ത് വീടുകളിലൊക്കെ വെക്കാൻ നല്ല രസമാണ് കാണാൻ. നമ്മൾ കുരുവിക്കൂട് പോലെ ഒക്കെ തൂക്കിയിടാൻ നല്ല രസമുള്ള കൂടാണ് അല്ലേ. ഇത് റിസോർട്ടുകളിലൊക്കെ വെക്കാൻ നല്ല രസമാണ്. ഓക്കേ.